ശക്തമായ മഴയിൽ കടലാക്രമണം രൂക്ഷമായതോടെ ദുരിതത്തിലായി എറണാകുളം കണ്ണമാലി നിവാസികൾ. അതിരൂക്ഷമായ കടലേറ്റത്തിൽ വീടുകൾ വെള്ളത്തിലായി. താൽക്കാലികമായി നിരത്തിയ മണൽച്ചാക്കുകൾ മാത്രമാണ് കടലിനും വീടുകൾക്കുമിടയിലുള്ളത്. കണ്ണമാലിയിൽ നിന്ന് നിഷ ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ആക്രമണം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് കണ്ണമാലി. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി 8ാം വാർഡിലാണ്. കടലാക്രമണം അതിരൂക്ഷമാണ് ഇവിടെ. ഇന്നലെ മുതൽ തുടങ്ങിയ കടൽ കയറ്റമാണ് ഇപ്പോഴും തുടരുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ കടൽ വെള്ളം ഈ വഴികളിലൂടെയൊക്കെ ഒഴുകുകയാണ്. ഏകദേശം 800 കുടുംബങ്ങളാണുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കടലിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ നിരവധി വീടുകളുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. മണൽച്ചാക്കുകൾ കഴിഞ്ഞ വർഷം, ഇവർ പറയുന്ന അനുസരിച്ച് മണൽച്ചാക്കുകൾ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ കൊണ്ട് ഇവിടെ നിറച്ചിരിക്കുന്നത്. കല്ലൊക്കെ ഇട്ടത് പോയിട്ടുണ്ട്. പക്ഷെ അതിരൂക്ഷമായ കടൽ കയറ്റം, ചെറിയ രീതിയിൽ പോലും കടൽ കയറ്റം ഉണ്ടായാൽ ഇവിടേക്ക് വെള്ളം ഒഴുകും. പക്ഷേ ഇന്നലെയും ഇന്നുമൊക്കെ പെയ്ത അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റും ഒക്കെ ഇവരുടെ ജീവിതം വളരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ചാക്കുകളിൽ മണൽ നിറച്ച് ഈ കടൽ തീരത്ത് വെച്ച് കടൽ കയറാതിരിക്കാനുള്ള ഒരു താൽക്കാലിക പരിഹാരമാണ്. പക്ഷെ അതൊന്നും ഇവിടെ ശാശ്വതമല്ല. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭീതിയോടുകൂടി തന്നെയാണ് ഇവർ ഈ വീടുകളിൽ കഴിയുന്നത്. എപ്പോൾ തൊട്ട് തുടങ്ങിയ കടൽ കയറ്റമാണ്? 3 ദിവസം ഇന്നത്തേക്ക് തുടങ്ങിയിട്ട്. ഇത് 3 ദിവസം ഈ പ്രാവശ്യം. അങ്ങനെ എത്ര വർഷം അവിടെ 4 വീടുണ്ട്. 4 വീടും പോയിട്ട് അടിത്തറ പോലും ഇല്ല ഇവിടെ. ഇന്ന് വരെ ഒരു തീരുമാനമില്ല. ആ വീട്ടുകാരൊക്കെ പോയി. എല്ലാവരും വാടക താമസിക്കണേ. ഒരു നിവർത്തിയില്ലാത്ത ആൾക്കാരാണ്. ഈ കടലിൽ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് ഇപ്പോൾ അവർ 4 വീട്ടുകാരും പോയി. 5 വീട്ടുകാർ. നിങ്ങളോട് മാറാൻ പറഞ്ഞിട്ടുണ്ടോ? മാറാനൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളും ക്യാമ്പിൽ കഴിഞ്ഞ കൊല്ലമൊക്കെ ക്യാമ്പിലായിരുന്നു. ഇന്ന് പെരടകത്ത് കയറിയിട്ട് നിൽക്കാൻ പറ്റുന്ന ക്യാമ്പിലായിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിലേക്ക് കുമ്പളങ്ങിലേക്ക് പോകും. അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഓരോ വർഷവും ഇങ്ങനെ തന്നെയാണോ? അതോ വർഷം ഇത് തന്നെ? എല്ലാ വർഷവും ഈ ചുറ്റുവട്ടത്തെ വീട്ടിലൊക്കെ ഒന്നും ആളില്ല. പുറയിലെ വീട്ടിൽ ആളില്ല. എല്ലാവരും ഇന്നലെ പോയി. നിൽക്കാൻ പറ്റില്ല. പെരയുടെ അകത്തൊക്കെ വെള്ളമാണ്. ഇതൊരു പുതിയ വീടായിട്ട് അത് ഈ 2 കൊല്ലം കൂടി ഇത്രയും താഴ്ന്നു. എന്ത് ഉയരത്തിൽ വെച്ച വീടാ. വീടുകൾ താഴ്ന്നുണ്ടല്ലേ? താഴ്ന്നുണ്ട്. എൻ്റെ ഈ പൊക്കത്തിന് വെച്ച അടിത്തറയാണ് ഈ കാണുന്നത്. ഇപ്പം ഇവിടെ നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് പുലിമുട്ടാണോ? പുലിമുട്ടും വരണം. പിന്നെ നമുക്ക് ഈ കടലേറ്റത്തിൽ നിന്നൊരു സുരക്ഷിത വേണം. എപ്പോഴായാലും എപ്പോഴും പേടിയോടുകൂടിയാണല്ലേ കഴിയുന്നത്? ഈ സ്വരം കേട്ടിട്ട് ഉറങ്ങാൻ പറ്റണില്ല. എന്ന് വെച്ചാൽ എപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. പൊടിക്കൊച്ചൊക്കെ ഉള്ളതാണ്. ഇപ്പം ഇവൻ്റെ കൊച്ച് ഇപ്പോൾ ബന്ധു വീട്ടിലാണ്. 2 പിള്ളേരുള്ള ബന്ധു വീട്ടിലാണ്. ഇപ്പം ഇളയവൻ്റെ കൊച്ചാണിത്. പേടിയാണ്. എപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കണമെന്ന് അറിയാം. ഇങ്ങനെ ഈ വെള്ളത്തിൽ കൂടി റോഡെത്താൻ പറ്റിയില്ല. അതിക്കുമ്പോൾ ആളെ എവിടെയെങ്കിലും തടഞ്ഞു വീഴും. രാത്രി കറണ്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 3 ദിവസമായി കറണ്ട് ഉണ്ടായിട്ട്. പ്രദേശത്തൊന്നും കറണ്ടില്ല. പ്രദേശത്തുണ്ട്. ഇവിടെ അവർ കറണ്ട് ഇല്ലാഞ്ഞിട്ട് വരാൻ പറ്റണ്ടവർക്ക് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 3 ദിവസമായിട്ട് അവർക്ക് ഇങ്ങനെ വരാൻ പറ്റണം. ഇതാണ് കണ്ണമാലിക്കാരുടെ അവസ്ഥ. നമുക്ക് കാണാം, ഇപ്പോൾ ഏതാണ്ട് വേലിയേറ്റ സമയമായിട്ടുണ്ട്. വലിയ രീതിയിൽ കടലിൽ നിന്നും വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകി കിഴക്കോട്ട് ഒഴുകുകയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവർക്ക് റോഡിലെത്തണമെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം. നടന്നു പോകാൻ പോലും കഴിയില്ല. അത്രത്തോളം ശക്തമായിട്ടാണ് കടലിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. അതൊക്കെ വെള്ളം കയറിയ നിലയിലാണ്. എന്തായാലും ഈ ദുരിതം തുടങ്ങിയിട്ട് വർഷങ്ങളായി. തങ്ങളുടെ ഈ ദുരിതത്തിന് പരിഹാരത്തിനായി സമീപിക്കാത്ത വാതിലുകളില്ല, കാണാത്ത ആളുകളില്ല, അധികാരികളില്ല. എന്തായാലും ഈ ദുരിതത്തിന് ഇതുവരെ ഒരു പരിഹാരമായിട്ടില്ല. രാത്രികാലങ്ങളിലൊക്കെ വളരെ ഭീതിയോടുകൂടി തന്നെയാണ് വീടുകളിൽ കഴിയുന്നത്. ഈ ഒരു സമയമായിട്ട് പോലും വളരെ ശക്തമായി കടൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേലിയേറ്റ സമയത്തും വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്നു. വീടുകളൊക്കെ തന്നെ തകർന്നു വീഴുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെയാണ്. എന്തായാലും ഈ കണ്ണമാലി സ്വദേശികൾ, ഈ ഏറ്റവും രൂക്ഷമായ കടലാക്രമണമുള്ള സ്ഥലങ്ങളിൽ ഒന്നായ കണ്ണമാലി സ്വദേശികൾ അത്യധികം ഭീതിയോടുകൂടിയാണ് വീടുകളിൽ കഴിയുന്നത്. ക്യാമറമാൻ സുശോഭനൊപ്പം നിഷ ദിലീപ്, ജനം.